എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എങ്ങനെയാണ് നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓരോരാൾക്ക് സ്ഥിരമായിട്ട് പലവിധ അസുഖം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മെഡിസിൻ കഴിക്കുമ്പോൾ അടുത്ത രോഗത്തിലേക്ക് പോകും, പിന്നെയും രോഗങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള പാറ്റേൺ അതെന്തുകൊണ്ടാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായ്മയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് സമയം വെച്ചിട്ട് കഴിക്കണം എന്നുള്ളതൊന്ന്, രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി ഇങ്ങനെ സമയത്തിന് കഴിക്കണം. അത് പ്രോട്ടീൻ, വിറ്റാമിൻസ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മുടെ ധാരണ. ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെയും രോഗങ്ങൾ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ രോഗങ്ങൾ വരുന്നു. ഇതൊക്കെ നോക്കിയിട്ട് പിന്നെയും പറയും വിറ്റാമിൻ്റെ കുറവുണ്ടാകും, വേറെ ഫുഡ് ആഡ് ചെയ്യാനും ഒക്കെ പറയുന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുന്നതും ഉണ്ടാവില്ല, അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാവും. നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ വിശപ്പാണ് ഒരു ശരീരത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. വിശപ്പിനനുസരിച്ചാണ് ഏതൊരു വ്യക്തിയും ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ ശരീരത്തിന് പ്രത്യേകിച്ച് അസുഖമൊന്നും വരില്ല. ഇനി മനുഷ്യന്മാരാണ് അസുഖങ്ങൾ വരാതൊന്നും ഇരിക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് പോകുന്നത് തന്നെ കാണാൻ വേണ്ടി പറ്റും. വളരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു പനി വന്നപ്പോഴും 1-2 ദിവസത്തിന് അത് പോകും. പിന്നെ കൂടെ കൂടെ പനിക്കുന്ന ആ ഒരു സ്വഭാവമൊന്നും പിന്നീട് അങ്ങോട്ട് ശരീരത്തിന് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വിശപ്പിനനുസരിച്ച് ആഹാരം കഴിക്കുമ്പോൾ അതിൽ രുചികൾക്ക് പ്രാധാന്യമുണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ രുചിയോടായിരിക്കും താല്പര്യം. ചിലവർക്ക് മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് എരിവായിരിക്കും, ചിലവർക്ക് കയ്പ്പ് രസമായിരിക്കും, ചിലവർക്ക് പുളിപ്പ്. ഇങ്ങനത്തെ ഓരോ ഭക്ഷണങ്ങളായിരിക്കും ഓരോ വ്യക്തികൾക്ക് ആവശ്യമുള്ളത്. ആ രുചി ചോദിക്കുന്നത് ശരീരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചില ദിവസം നമുക്ക് പായസം കുടിക്കാൻ തോന്നും. ആ മധുരം ശരീരത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു രുചിയെ നമുക്ക് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭക്ഷണം ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഇംബാലൻസ് ആയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്, അത് ബാലൻസ് ആകാൻ ആ രുചികളിലൂടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കഴിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പ് മാറുന്ന അളവിൽ നമ്മൾ ഭക്ഷണം നിർത്തണം. പിന്നെയും നമ്മൾ വയറ് നിറയ്ക്കാൻ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രുചി മാറുന്നത് കാണാം. നമ്മൾ ഓരോ കാര്യവും കൂടെ കൂടെ കഴിച്ച് വയറിനെ ഫുള്ളാക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. വിശപ്പ് എപ്പോഴും തീരുന്നു അപ്പോൾ ഭക്ഷണം നിർത്തുക. അതും വായിൽ വെച്ച് നമ്മൾ വേറെ ഒന്നിൽ ഫോക്കസ് ചെയ്യാണ്ട് നമ്മുടെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ നന്നായിട്ട് ചവച്ചരച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റുക. ഉമിനീർ കലർത്തി ആസ്വദിച്ച് കഴിക്കുക. അത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകണം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നമുക്ക് എല്ലാ അവയവങ്ങൾക്കും ഊർജം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഒരു ഇതിൽ കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇത് ഉണ്ടാക്കി തന്ന നമ്മൾ കൃഷി ചെയ്തിട്ടല്ല നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ കർഷകരും അത് നമുക്ക് എത്തിച്ച വഴികളൊക്കെ ഒരു നന്ദിപൂർവ്വം അത് കഴിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ 4-5 നേരം ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു എനർജി ഉണ്ട്. അത് ഓരോന്നിനും വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ നമ്മൾ അറിയാണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഭാഗ്യമായിട്ട് നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നത് ജമ്പ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടത്, അതിനൊക്കെ ഊർജം വേണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ നന്നായിട്ട് ഊർജം വേണം. നമ്മൾ ഒരുപാട് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഉള്ളിൽ ആ അവയവങ്ങളൊക്കെ ഒരുപാട് നേരം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ഊർജം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹെവി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണം തോന്നും. കാരണം നമുക്ക് ഫങ്ഷൻ എനർജി അവിടെ പ്രവർത്തിക്കേണ്ടി വരില്ല. അത്രയും ഡൈജഷന് എനർജിയിലേക്ക് ആ ഒരു ഊർജം പോകേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കെപ്പോഴും സന്തോഷത്തോടെ നല്ലൊരു ഊർജത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വിശക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം അത് ഇഷ്ടമുള്ള ഭക്ഷണം അത് ചവച്ചരച്ച് വിശപ്പ് കഴിയുമ്പോഴത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ശരീരത്തിന് പ്രത്യേക ഒരു ഉന്മേഷം കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഒരു ദിവസം 1 നേരമോ 2 നേരമേ
ഫുഡ് വേണ്ടി വരുള്ളൂ. അതന്നെ 2 നേരം 3 നേരം കഴിക്കുന്നവർ 2 നേരം ഫ്രൂട്ട്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ഉന്മേഷവും മനസ്സിന് തന്നെ ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്നത് കാണാം. പിന്നെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ഫുഡുകളാണ് വരുന്നത്. ചിലവർ പറയുന്നുണ്ട് കെമിക്കൽ ചേർത്ത. അങ്ങനെയാകുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡുകളുണ്ട്. അപ്പോൾ അത് കുറച്ച് നമ്മളിപ്പോൾ ഉച്ച സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ആ നാച്ചുറലായിട്ട് കിട്ടാൻ കഴിവതും കെമിക്കൽസ് ഒന്നും ഇടാത്ത ഫുഡുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭക്ഷണം കഴിച്ചാലും ഈ ഒരു ബാലൻസിലാവാൻ വേണ്ടിയിട്ട് ശരീരം സഹായിക്കും. എപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചുകൊണ്ട് ബാക്കി നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ട് അത്രയും കാര്യങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു എനർജി വരും. അതുപോലെ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ ഏതെങ്കിലും ഒരു നേരം ഫ്രൂട്ട്സും നട്ട്സും പോലെയുള്ളതാക്കി ബാക്കി കാർബോഹൈഡ്രേറ്റ് അധികം അധ്വാനിക്കാത്തവർക്കൊന്നും അത്തരം ഫുഡ് ആവശ്യമില്ല. നമ്മളിങ്ങനെ വെറുതെ ഫുഡ് കഴിച്ച് രാവിലെയും കാർബോഹൈഡ്രേറ്റ് അരിയുടെ ആഹാരം കഴിക്കുന്നു, നല്ല ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്നു, ഉച്ചക്കും അതന്നെ, വൈകുന്നേരം രാത്രി അതന്നെ. ഇങ്ങനെ നമ്മൾ ഒരുപാട് ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതിന് പകരം നട്ട്സും ഫ്രൂട്ട്സുമായിട്ട് ഏതെങ്കിലും ഒരു നേരം ഈവനിങ് ആണെങ്കിൽ ഈവനിങ് ഉച്ചക്ക് നന്നായിട്ട് ചോറ് വന്നതിന് ശേഷം ഈവനിങ് ആകുമ്പോഴത്തേക്ക് അത് തിന്ന് സ്റ്റോപ്പ് ചെയ്ത് ഉള്ളൊരു ജീവിത രീതി തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നമ്മുടെ ജീവിതത്തിന് തന്നെ നല്ലൊരു സമാധാനവും ശാന്തിയും ഒക്കെ വരുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക എനർജി ആയിരിക്കും നമുക്ക് എന്ത് വർക്ക് ചെയ്യാനും. അതുപോലെ നമ്മൾ ഒരുപാട് ഫുഡ് വേവിക്കാത്ത വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടൈം ലാഭം കാണാൻ വേണ്ടി പറ്റും. അത് വേറെയുള്ള കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് എനർജിയും കൂടുതലായിരിക്കും. നമ്മൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത്രയും സമയം നമ്മൾ അടുക്കളയിൽ തന്നെ വർക്ക് ചെയ്ത് അത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണമായിരിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, ക്ഷീണം കൂടുതൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫുഡിലൊന്ന് മാറ്റം വരുത്തി അത് വിശപ്പ് അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ച് ഫുഡേ വേണ്ടി വരും. നമ്മളൊരു എനർജറ്റിക്കലി ഒന്ന് ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യും. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. മരുന്നൊന്നും കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭക്ഷണത്തിൻ്റെ ക്രമം ഒന്ന് പെട്ടെന്ന് മാത്രം കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുണ്ടായ അസുഖങ്ങൾ മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.